പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലിവ്യാഥാനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ബൈബിളിൽ ലിവ്യാഥാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ വാക്യം ഞാൻ വായിക്കുന്നു. 74 സങ്കീർത്തനം അതിന്റെ 14 വാക്യം. ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. അപ്പൊ വളരെ കൃത്യമാണ്. ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തുവെന്നും മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തുവെന്നും ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അതിന്റെ 13 വാക്യം ഞാൻ വായിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമ്മീങ്കരങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. അപ്പോൾ ഈ വാക്യം കണ്ടുകൊണ്ടാണ് എന്റെ ചെറുപ്പം മുതലേ ഞാൻ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഈ ലിവ്യാഥാൻ എന്ന് പറയുന്നത് തിമ്മീങ്കലമാണെന്നാണ് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അതിന്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ബ്രേക്കസ്റ്റ് ദ ഹെഡ്സ് ഓഫ് ദ ഡ്രാഗൺസ് ഇൻ ദ വാട്ടേഴ്സ്. അവിടെ മലയാളത്തിൽ തിമ്മീങ്കലം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷിലെ ഡ്രാഗൺസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തില് ഇവിടെ ഈ ലിവ്യാഥാൻ ആരാണ്, എന്താണ് അതിന്റെ ജോലി എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വചനത്തിൽ നമ്മൾ പഠിപ്പാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, മരുവാസികളായ ജനത്തിന് അതിനെന്ത് ചെയ്തു, ആഹാരമായി കൊടുത്തു. ലിവ്യാഥാന്റെ തലകളെ തകർത്തിട്ട് മരുവാസികൾക്ക് എന്ത് ചെയ്തു, ആഹാരമായി കൊടുത്തു. അപ്പോൾ അത് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? സംഖ്യാപുസ്തകത്തിലാണ് നമ്മൾ അതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത് കാണുന്നത്. സംഖ്യാപുസ്തകം അതിന്റെ 11-4 വാക്യം. സംഖ്യാപുസ്തകം 11 അധ്യായം 4 വാക്യം ഞാൻ വായിക്കുന്നു. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരുമെന്ന് പറഞ്ഞ് അവർ എന്ത് ചെയ്യാണ്, ദൈവത്തോട് മത്സരിക്കുകയാണ്. അപ്പോൾ മത്സരം കഴിഞ്ഞതിന്റെ 19 വാക്യം പറഞ്ഞത് എങ്ങനെയാണ്? 19 വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, കർത്താവ് എന്നിട്ട് പറയുകയാണ്, 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇറച്ചി തരും. അപ്പോൾ ഇവര് മന്ന കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇറച്ചി ഞങ്ങൾക്കില്ല, ദൈവത്തിന് തരാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറയാണ്, 1 മാസം മുഴുവനും തന്നെ എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇറച്ചി തരും. അപ്പൊ യഥാർത്ഥത്തില് മന്ന 40 വർഷം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തുവെങ്കിലും ഈ ഇറച്ചി 1 മാസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ 40 വർഷം ചെയ്തിട്ടില്ല, ഇറച്ചി കൊടുത്തിട്ടില്ല. എന്നിട്ട് 20 വാക്യം പറഞ്ഞു, അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനം വരുവോളം നിങ്ങൾ തിന്നും. നിങ്ങളുടെ ഇടയിലുള്ള യഹോവയെ നിങ്ങൾ നിരസിക്കുകയും ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് എന്തിന് പുറപ്പെട്ടു പോന്നു എന്ന് പറഞ്ഞ് അവന് മുമ്പാകെ കരയുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടോ? എന്നിട്ട് ഇനി നോക്കിയോ, ഇനി വല്ല ഭാഗം ഞാൻ വായിക്കുന്നില്ല. ഇനി അതിന് 31, 34 അവർക്ക് എന്താണ് സംഭവിച്ചത്? 31, 34 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. 31 മുതൽ. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിന്റെ സമീപത്ത് 1 ദിവസത്തെ വഴി ഇങ്ങോട്ടും 1 ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. അതായത് നമ്മൾ കണ്ടു, ലിവ്യാഥാന്റെ തലകളെ തകർത്തിട്ട് എന്ത് ചെയ്യാണ്, മരുവാസികൾക്ക് ആഹാരമായി കൊടുത്തു എന്നാ. അപ്പൊ അത് എങ്ങനെയാണ് വന്നത്? അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ ലിവ്യാഥാന്റെ തലയെ തകർത്തിട്ട് എന്ത് ചെയ്തു, യഹോവ ഒരു കാറ്റ് ഊതിയെന്ന. അത് കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, പാളയത്തിന്റെ സമീപത്ത് 1 ദിവസത്തെ വഴി ഇങ്ങോട്ടും 1 ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുമാറാക്കി. എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചിന് വരെ പിടിക്കാൻ പാകത്തിനാണ് എന്ത് ചെയ്തത്, ഈ കാടപ്പക്ഷികൾ ഇങ്ങനെ പറന്നു നിൽക്കുക. 32 വാക്യം. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ച് കൂട്ടി. നന്ന കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചു കൂട്ടി. അവർ അവയെ പാളയത്തിന്റെ ചുറ്റിലും ചിക്കി. അങ്ങനെ എന്താണ്, ഇട്ട് ഉണങ്ങുകയാണ്. 31 വാക്യം ശ്രദ്ധിക്കണം. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമായിട്ട് കൊടുത്ത ഫുഡല്ല ഈ ഇറച്ചി എന്ന് പറയുന്നത്. ഇവരുടെ മത്സരം കാരണം ദൈവത്തിന് അത് കഴിയുമോ എന്ന് പറഞ്ഞ് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവിക കോപത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടക്കേടിൽ കൊടുത്ത ഭക്ഷണമാണ് ഈ ഇറച്ചി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെന്താണ്, ചവച്ചിറക്കിയില്ല,
പല്ലിനിടയിൽ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്ത് ചെയ്തു? യഹോവയുടെ കോപം ജ്വലിച്ചിട്ട് എന്ത് ചെയ്തു? മഹാബാധ കൊണ്ട് എന്ത് ചെയ്തു? കുറെ പേരെ ദൈവം എന്ത് ചെയ്തു? സംഹരിച്ചു കളഞ്ഞു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം. അപ്പൊ കൃത്യമാണ്. നമ്മൾ വായിച്ച ഭാഗത്തിലേക്ക് വരികയാണ്. 74 സങ്കീർത്തനത്തിൽ വായിച്ചു, മരുവാസികൾക്ക് എന്ത് ചെയ്തു? ആഹാരമായി കൊടുത്തു. അപ്പൊ ഇനി ഈ ലിവ്യാതാന്റെ അവന്റെ ജോലി എന്താണ് നമുക്കറിയണ്ടേ? ഈ സങ്കീർത്തന പുസ്തകം 104 സങ്കീർത്തനം അതിന്റെ 25 26. 104 സങ്കീർത്തനം 24 25 26. 26 വായിക്കുന്നത് എങ്ങനെയാണ്? അതിൽ കപ്പലുകൾ ഓടുന്നു, അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാതാനുണ്ട്. അതിന് മുമ്പ് പറഞ്ഞു, വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു, അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്, അതിൽ കപ്പലുകൾ ഓടുന്നു, അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാതാനുണ്ട്. അപ്പൊ ഈ ലിവ്യാതാന് വേറെ ഒരു ജോലിയില്ല. അവൻ എന്താണ്? കുത്തി മറിഞ്ഞ് എന്ത് ചെയ്യാണ്? ഈ സമുദ്രത്തിലൂടെ കളിക്കുകയാണ്. ഇതാണ് ഈ ലിവ്യാതാന്റെ ജോലി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് നോക്കാം, ഈ ലിവ്യാതാൻ അതിന്റെ സ്വഭാവം എന്താണ്, അതിന് എത്രത്തോളം ബലമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായത്തിലാണ് കൃത്യമായിട്ട്. ആ അധ്യായം മൊത്തം ഈ ലിവ്യാതാനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 41 അധ്യായം 1 മുതൽ വായിക്കുന്നു. അതിന് ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നുള്ളൂ. അവിടെ മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ? അതിന്റെ നാക്ക് കയറ് കൊണ്ട് അമർത്താമോ? അതിന്റെ മൂക്കിൽ കയറ് കോർക്കാമോ? അപ്പൊ ഇവിടെ മഹാനക്രന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ലിവ്യാതാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ എടുത്ത് വായിച്ചറിയാം. ഞാൻ KJV ബൈബിളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിന്റെ ചില സ്വഭാവങ്ങൾ നമുക്ക് നോക്കാം. 6 വാക്യം പറയാണ്, മീൻ പിടിക്കൂറ്റുകാർ അതിനെ കൊണ്ട് വ്യാപാരം ചെയ്യുമോ? അതിനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ? നിനക്ക് അതിന്റെ തോലിൽ നിറച്ച അസ്ത്രവും തലയിൽ നിറച്ച് ചാട്ടുളിയും തറയ്ക്കാമോ? അതിനെ ഒന്ന് തൊടുക, പോർത്തിട്ടമെന്ന് ഓർത്തുകൊള്ളുക, പിന്നെ നീ അതിന് തുനിയയില്ല. നമുക്കറിയാം, ഈ തിമിംഗലത്തേക്ക് എന്താണ് ഇഷ്ടംപോലെ പിടിച്ചെന്ത് ചെയ്യുന്നത്? വ്യാപാരം ചെയ്യുന്നുണ്ട് അല്ലെ? ചാട്ടുളിയൊക്കെ തറച്ചുകൊണ്ട് തിമിംഗലത്തൊക്കെ ഇഷ്ടംപോലെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? വ്യാപാരം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് തിമിംഗലമല്ലെന്ന് വളരെ വ്യക്തമാണ്. ഇനിയുണ്ട് അതിന്റെ തെളിവുകൾ നമുക്ക് നോക്കിയാൽ. ഇനി അതിന്റെ 10 വാക്യം, അതിനെ ഇളക്കുവാൻ തക്ക ശൂരനില്ല, പിന്നെ എന്നോട് എതിർത്ത് നിൽക്കുന്നവനാർ. അതായത് ഈ ലിവ്യാതാനെ ഇളക്കാൻ പറ്റിയ ശൂരന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പറയുന്നത്. ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാ, ആകാശത്തിന് കീഴിലുള്ളതൊക്കെയും എന്റേതല്ലയോ? ഇനി അതിന് പറയാണ് 13 വാക്യം, അതിന്റെ പുറങ്കുപ്പായി ഊരാകുന്നവനാർ, അതിന്റെ ഇരട്ട നിരപ്പല്ലിനിടയിൽ ആർ ചെല്ലും, അതിന്റെ മുഖത്തെ കതക് ആർ തുറക്കും, അതിന്റെ പല്ലിന് ചുറ്റും ഭീഷണമുണ്ട്. അവിടെ പറയാണ് അതിന്റെ പുറങ്കുപ്പായം. ഇപ്പൊ തിമിംഗലത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ തൊലി ഉരിയും. പക്ഷെ ഇതിന്റെ പുറങ്കുപ്പായം എന്ത് ചെയ്യാൻ പറ്റില്ല? തൊലി ഉരിയാൻ പറ്റില്ലെന്നാണ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അതിന്റെ 25 വാക്യം, ചില ഭാഗങ്ങൾ വായിക്കുന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ അധ്യായം, അതായത് ഇയ്യോബിന്റെ പുസ്തകം 41 അധ്യായം നിങ്ങൾ എന്ത് ചെയ്യണം? മുഴുവനായിട്ട് വായിക്കണം. ഇനി 25 വാക്യം, അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു, ഭയഹേതുവായിട്ട് അവർ പരവശരായി തീർന്നു, വാൾ കൊണ്ട് അതിനെ എതിർക്കുന്നത് അസാധ്യം, കുന്തം, അസ്ത്രം, വേൽ എന്നിവ കൊണ്ടും ആവതില്ല. ഇരുമ്പിനെ അത് വൈക്കോൽ പോലെയും താമ്രത്തെ ദ്രവിച്ച മരം പോലെയും വിചാരിക്കുന്നു. കണ്ടോ? ഞാൻ 27 വാക്യം, 27 വായിക്കുന്നു. അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ വായിച്ചതാണ് 27 വാക്യം. പിന്നെ അതിന് 33 34. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല. 33 34, ഭൂമിയിൽ അതിന് തുല്യമായിട്ടൊന്നുമില്ല, അതിനെ ഭയമില്ലാതാക്കി ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഈ ഭൂമിയില് അതിന് തുല്യമായിട്ട് വേറെ ഒന്നില്ല എന്നാണ് പറയുന്നത്, ഈ ലിവ്യാതാനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് അത് ഉന്നതമായതുള്ളതിനൊക്കെയും നോക്കി കാണുന്നു, മതിച്ച ജന്തുക്കൾക്കെല്ലാം അത് രാജാവായിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിലുള്ള രാജാവ് എന്ന് പറയുന്നത് ഈ ലിവ്യാതാനാണെന്ന് ബൈബിൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം, ഇനി ആരാണ് ലിവ്യാതാൻ എന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു. അത് ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവാണ് നമ്മൾ വായിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 27 അധ്യായം അതിന്റെ 1 വാക്യം ഞാൻ വായിക്കുന്നു. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാതാനെയും വക്രസർപ്പമായ ലിവ്യാതാനെയും സന്ദർശിക്കും, സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അപ്പൊ വളരെ വ്യക്തമാണ്, ഈ ലിവ്യാതാൻ എന്ന് പറയുന്നത് വിദ്രുത സർപ്പമാണ്.
ഇത് വക്രസർപ്പമാണ്, ഇത് മഹാസർപ്പമാണ്. അപ്പൊ ലിവ്യാദാൻ എന്ന് പറയുന്നത് ഒരിക്കലും തിമിംഗലമല്ല. ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നു. യെശയ്യാ പ്രവചനം 27:1 എന്താണ്? നമ്മൾ ഒന്നുകൂടി വായിക്കുന്നു. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാദാനെയും, കണ്ടോ, വിദ്രുത സർപ്പമായ ലിവ്യാദാനെയും വക്രസർപ്പമായ ലിവ്യാദാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അപ്പോൾ വളരെ വ്യക്തമാണ്, ലിവ്യാദാൻ എന്ന് പറയുന്നത് തിമിംഗലമല്ല, ഇത് മഹാസർപ്പമാണ്, വിദ്രുത സർപ്പമാണ്, വക്രസർപ്പമാണ്. അപ്പൊ യഥാർത്ഥത്തില് മത്സരികളായ ഇസ്രായേൽ മക്കൾക്ക് ദൈവം പാമ്പിന്റെ ഇറച്ചിയാണ് കൊടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവർ ദൈവത്തോട് മത്സരിച്ചു. മന്ന തന്ന ദൈവത്തിന് ആ ഇറച്ചി തരാൻ കഴിയുമോ എന്ന് പറഞ്ഞ് ദൈവത്തെ അവിശ്വസിച്ച് മത്സരിച്ചുകൊണ്ട് ദൈവം യഥാർത്ഥത്തിൽ സർപ്പത്തിന്റെ ഇറച്ചി അല്ലെങ്കിൽ പാമ്പിന്റെ ഇറച്ചിയാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെതായ കമന്റുകളൊക്കെ നിങ്ങൾ ഇടണം, അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇടണം. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.